നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. വല്ലാത്തൊരവസ്ഥ തന്നെ. വഴിയെ പോയ കപ്പലുമിത കേരളത്തിൻ്റെ മണ്ടയ്ക്ക്. ഈ ചരക്ക് കപ്പൽ കൊണ്ട് നമ്മൾ തോറ്റു എന്നതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഗത്യന്തരമില്ലാതെ സർക്കാർ സംസ്ഥാന ദുരന്തമായി ഇതിനെ പ്രഖ്യാപിച്ചു. കേരള തീരത്തിനടുത്ത് കപ്പൽ മറിഞ്ഞുണ്ടായ അപകടം സംസ്ഥാനം പ്രത്യേക ദുരന്തമായി പ്രഖ്യാപിച്ചു. മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ ചേർന്ന ഉന്നതതല യോഗത്തിലാണ് തീരുമാനം. കപ്പൽ മറിഞ്ഞതിനെ തുടർന്ന് ഉണ്ടാകാനിടയുള്ള പാരിസ്ഥിതിക സാമ്പത്തിക ആഘാതം കണക്കിലെടുത്താണ് ഈ സുപ്രധാന പ്രഖ്യാപനം. MLC എൽസ 3 എന്ന ചരക്ക് കപ്പൽ ഇക്കഴിഞ്ഞ മെയ് 25-ന് ആലപ്പുഴ ജില്ലയിലുള്ള തോട്ടപ്പള്ളിക്ക് സമീപം ഉൾക്കടലിൽ മറിഞ്ഞു. ചരക്ക് കപ്പലിലുണ്ടായിരുന്ന 643 കണ്ടെയ്നറുകളിൽ ചിലത് കേരള തീരത്ത് ഇപ്പോൾ തന്നെ അടിഞ്ഞു. ബാക്കിയുള്ള കണ്ടെയ്നറുകളിൽ പലതും ഇപ്പോൾ ഏത് ഭാഗത്ത് വേണമെങ്കിലും വന്നടിയും എന്നതാണ് അവസ്ഥ. കണ്ടെയ്നറുകളിലുള്ള രാസവസ്തുക്കൾ പാരിസ്ഥിതിക പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കിയേക്കാം എന്ന ആശങ്ക ഉയർന്നിരുന്നു. ഈ സാഹചര്യത്തിലാണ് കപ്പൽ അപകടം സംസ്ഥാനം പ്രത്യേക ദുരന്തമായി പ്രഖ്യാപിച്ചത്. ചരക്ക് കപ്പൽ മുങ്ങിയതിനെക്കുറിച്ച് അന്വേഷിക്കാൻ ഇന്നലെ കേന്ദ്ര സർക്കാർ ഉത്തരവിട്ടിരുന്നു. കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രാലയമാണ് ഇതു സംബന്ധിച്ച് ഉത്തരവ് നൽകിയത്. കപ്പലിൽ നിന്ന് ഒഴുകി നീങ്ങിയ കണ്ടെയ്നറുകൾ ആലപ്പുഴ, കൊല്ലം, തിരുവനന്തപുരം തീരങ്ങളിൽ ഇപ്പോൾ അടിഞ്ഞുകൊണ്ടിരിക്കുന്നു. തീരത്തേക്ക് ഒഴുകിയെത്തിയ 50 കണ്ടെയ്നറുകളും തിരിച്ചെടുത്തു എന്ന് അധികൃതർ പറയുന്നു. അവയിൽ അപകടകരമായ രാസവസ്തുക്കളില്ല എന്ന് പറയുമ്പോഴും മറ്റ് പാരിസ്ഥിതിക പ്രശ്നങ്ങളുണ്ടാക്കുന്ന നിരവധി ഘടകങ്ങൾ ഈ കണ്ടെയ്നറുകളിൽ കണ്ടെത്തിക്കഴിഞ്ഞു. വ്യാപകമായി പ്ലാസ്റ്റിക് പെല്ലറ്റുകൾ കടലിൽ വീണിട്ടുണ്ട്. അപകടമുണ്ടായ കടൽ മേഖലയിൽ എണ്ണയുടെ അംശം കലർന്നു. ഇത് നിയന്ത്രണ വിധേയമാണ് എന്ന് കപ്പൽ അധികൃതർ പറയുന്നുവെങ്കിലും സ്ഥിതി അത്ര ഭദ്രമല്ല. ആലപ്പുഴ തോട്ടപ്പള്ളി സ്പിൽവേയിൽ നിന്ന് കേവലം 14.6 നോട്ടിക്കൽ മൈൽ അകലെയാണ് കപ്പൽ മറിഞ്ഞിരിക്കുന്നത്. ശനിയാഴ്ച ഉച്ചയോടെ 26 ഡിഗ്രി ചെരിഞ്ഞ് വെള്ളം കയറിയ കപ്പൽ ഞായറാഴ്ച രാവിലെ 7:50-ന് മുഴുവനായി മുങ്ങിത്താണു. 24 ജീവനക്കാരെയും തീരസേന രക്ഷിച്ചിരുന്നു. വിഴിഞ്ഞത്ത് നിന്ന് ഈ കപ്പൽ പുറപ്പെട്ടപ്പോഴേ ചെരിവ് ദൃശ്യമായിരുന്നുവെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വാർത്തകൾ. ഏറെ പഴക്കമുള്ള ഈ കപ്പൽ മുങ്ങിയതിനെക്കുറിച്ച് പലവിധ അഭ്യൂഹങ്ങൾ പരന്നിരുന്നു. ഇൻഷുറൻസ് തുക തട്ടാൻ ഈ കപ്പൽ മുക്കിയതാണോ എന്നുവരെ ആളുകൾ സംശയിച്ചിരുന്നു. ഇതിനിടയിൽ കൊല്ലത്ത് ഏറെ പരിഭ്രാന്തിയുണ്ടാക്കിയ ഒരു സംഭവം. കണ്ടെയ്നർ മുറിച്ചു മാറ്റുന്നതിനിടയിൽ വൻ തീപിടുത്തമാണ് അവിടെ സംഭവിച്ചത്. കണ്ടെയ്നറിലെ തെർമോക്കോൾ കവചത്തിന് തീപിടിച്ചു. പുക വ്യാപകമായി പടർന്നതോടെ ഫയർഫോഴ്സ് സ്ഥലത്തെത്തി തീ നിയന്ത്രണ വിധേയമാക്കി. എന്നാൽ വലിയ തോതിൽ പുകച്ചുരുളുകൾ ഉയർന്നു കഴിഞ്ഞിരുന്നു. ശക്തികുളങ്ങര പള്ളിക്ക് സമീപമാണ് സംഭവം. കൊച്ചിയിൽ മുങ്ങിയ കപ്പലിൽ നിന്നുള്ള കണ്ടെയ്നറിനാണ് തീപിടിച്ചത്. 9 കണ്ടെയ്നറുകളാണ് ശക്തികുളങ്ങര തീരത്ത് മാത്രം ഇതിനകം വന്നടിഞ്ഞത്. കാർ മാത്രം പോകുന്ന ചെറിയ വഴിയിലൂടെ കണ്ടെയ്നർ കൊണ്ടുപോകുന്നതിന് വലിയ തടസ്സങ്ങളുമുണ്ട്. അതുകൊണ്ടാണ് ഈ കണ്ടെയ്നർ മുറിച്ചു കൊണ്ടുപോകാനുള്ള ശ്രമം അധികൃതർ നടത്തിയത്. കൊല്ലം പോർട്ടിലേക്കാണ് കണ്ടെയ്നറുകൾ മാറ്റിക്കൊണ്ടിരിക്കുന്നത്. തീപിടുത്തമുണ്ടായ ഉടൻ തന്നെ കറുത്ത നിറത്തിലുള്ള ശക്തമായ പുകയാണ് പ്രദേശമാകെ പടർന്നത്. ജനവാസ മേഖലയായതുകൊണ്ട് തന്നെ എല്ലാവരിലും ഇത് ആശങ്ക പടർത്തി. തീ അണച്ചു എങ്കിലും പുക ഇപ്പോഴും നിയന്ത്രണ വിധേയമായിട്ടില്ല. കൊല്ലം ജില്ലയിലെ വിവിധ തീരങ്ങളിലായി 41 കണ്ടെയ്നറുകളാണ് ഇതിനകം വന്നടിഞ്ഞത്. റോഡ് മാർഗവും കടൽ മാർഗവുമാണ് ഇവ കൊല്ലം പോർട്ടിലേക്ക് എത്തിക്കുന്നത്. കണ്ടെയ്നറുകളിൽ കണ്ടെത്തിയ പല സാധനങ്ങളും ഇപ്പോൾ നാട്ടുകാരിൽ ചിലർ കൊള്ളയടിക്കുന്നു എന്ന പരാതിയും ഉയർന്നു വരുന്നു. ഒരു കണ്ടെയ്നറിലുണ്ടായിരുന്ന തേക്ക് കട്ടകൾ തദ്ദേശവാസികൾ പിടിച്ചെടുത്ത് മണ്ണിൽ കുഴിച്ചിട്ട സംഭവം വരെ ഉണ്ടായി. മറ്റ് നിരവധി സാധനങ്ങൾ ഇത്തരത്തിൽ കണ്ടെയ്നറുകളിൽ നിന്ന് നാട്ടുകാർ അടിച്ചെടുക്കുന്നു എന്ന ആക്ഷേപം ശക്തമാണ്. അപകടമുണ്ടായ കടൽ മേഖലയിൽ എണ്ണയുടെ അംശം കലർന്നിട്ടുണ്ട്. അത് നിയന്ത്രണ വിധേയമാണ് എന്ന് അധികൃതർ പറയുന്നു. രാസവസ്തുക്കൾ സ്പ്രേ ചെയ്താണ് എണ്ണ നീക്കം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതും പാരിസ്ഥിതിക പ്രശ്നം രൂക്ഷമാക്കും. മാലിന്യ നിർമ്മാർജ്ജനത്തിനായി ആഗോള പ്രസ്ഥാനമായ ഐറ്റോഫിന്റെ സാങ്കേതിക ഉപദേശം സ്വീകരിച്ചിട്ടുണ്ട് എന്ന് അധികൃതർ വിശദീകരിക്കുന്നു. ആകെ 13 കണ്ടെയ്നറുകളിലാണ് രാസവസ്തുക്കൾ ഉള്ളത് എന്ന് കപ്പൽ അധികൃതർ പറയുന്നു. കാൽസ്യം കാർബൈഡ് അടങ്ങിയ 12 കണ്ടെയ്നറുകളാണ് ഏറെ ആശങ്കയുണ്ടാക്കുന്നത്. റബ്ബർ കലർത്തിയ രാസമിശ്രിതമടങ്ങിയ മറ്റൊരു കണ്ടെയ്നർ കൂടി ഈ കപ്പലിലുണ്ട്. കാൽസ്യം കാർബൈഡ് കണ്ടെയ്നറുകളിൽ 7 എണ്ണം കപ്പലിന്റെ ഉള്ളറയിലാണ് എന്നതാണ് ഏറ്റവും ഒടുവിൽ പുറത്തുവരുന്ന വാർത്തകൾ. 5 എണ്ണം ഡെക്കിലുണ്ട്. ഇത് ഏറെ അപകടത്തിനുള്ള സാധ്യതകൾ പടർത്തുന്നു. കപ്പലിൽ നിന്നുള്ള കൂടുതൽ കണ്ടെയ്നറുകൾ തിരുവനന്തപുരത്തെ തീരപ്രദേശങ്ങളിലും അടിഞ്ഞിട്ടുണ്ട്. വിഴിഞ്ഞം, പൂവാർ എന്നിവിടങ്ങളിലാണ് ഏറെ കണ്ടെയ്നറുകൾ അടിഞ്ഞത്. കണ്ടെയ്നറുകളിൽ നിന്നുള്ള വസ്തുക്കൾ പൊഴിയൂർ തീരത്ത് വരെ നിറഞ്ഞു.
വർക്കല, പാപനാശം, മാന്തറ, ഓടയം, അഞ്ചുതെങ്ങ്, തുമ്പ എന്നിവിടങ്ങളിലൊക്കെ വലിയ തോതിൽ കണ്ടെയ്നറുകൾ അടിഞ്ഞിരുന്നു. ഈ മേഖലകളിലൊക്കെ ഈ കണ്ടെയ്നറുകളിൽ നിന്നുള്ള വസ്തുക്കൾ തീരത്ത് പരന്നു കിടക്കുന്നു. പ്ലാസ്റ്റിക് സാമഗ്രികൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന അസംസ്കൃത വസ്തുവായ പോളിപ്രൊപ്പലിൻ, തെർമോ പ്ലാസ്റ്റിക് പോളിമറും കട്ടിയേറിയ പേപ്പർ കഷ്ണങ്ങളും കോട്ടണുമൊക്കെയാണ് ആ പ്രദേശങ്ങളിൽ പടർന്നത്. ചെറിയ പ്ലാസ്റ്റിക് തരികളെയാണ് നർഡിൽ എന്ന് വിളിക്കുന്നത്. ഇവ പ്ലാസ്റ്റിക് വസ്തുക്കൾ ഉണ്ടാക്കുന്നതിന് ഉപയോഗിക്കുന്നു. ഇവ നശിക്കാൻ വർഷങ്ങളെടുക്കുമെന്നാണ് വിദഗ്ധർ പറയുന്നത്. ഇവ ശരീരത്തിൽ സ്പർശിക്കുന്നത് അപകടകരമല്ല. എന്നാൽ മീനുകളോ മറ്റ് സമുദ്രജീവികളോ ഇവ കഴിക്കുകയും ഭക്ഷ്യശൃംഖലയിലൂടെ മനുഷ്യരിലെത്താനുള്ള സാധ്യത ഏറെയാണ്. മത്സ്യങ്ങൾ, പക്ഷികൾ, മൃഗങ്ങൾ എന്നിവ ഭക്ഷണമാണ് എന്ന് കരുതി ഇവ ഭക്ഷിക്കുകയും ദഹിക്കാതെ അവയുടെ ദഹന പ്രക്രിയയെ ബാധിക്കുകയും ചെയ്യും. കപ്പൽ മുങ്ങിയത് സാങ്കേതിക പ്രശ്നങ്ങൾ കാരണമാണ് എന്ന് കപ്പൽ അധികൃതർ വിശദീകരിച്ചു. ഹാനികരമായ വസ്തുക്കൾ ഇതുവരെ പുറത്തേക്ക് പോയിട്ടില്ല എന്നാണ് അവർ പറയുന്നത്. എണ്ണ പടർന്നത് നിയന്ത്രണ വിധേയമാണത്രേ. കപ്പലിനുള്ളിലെ ഇന്ധനം പൂർണ്ണമായി ജൂലൈ 3-നകം നീക്കം ചെയ്യുമെന്ന് ഷിപ്പിംഗ് ഡയറക്ടർ ജനറൽ ശ്യാം ജഗന്നാഥൻ പറയുന്നു. 27 വർഷം പഴക്കമുള്ള കപ്പലാണ് കേരള തീരത്ത് മുങ്ങിയിരിക്കുന്നത്. എന്നാൽ കപ്പലിന് രാജ്യാന്തര മാനദണ്ഡങ്ങൾ പ്രകാരമുള്ള അനുമതികളും ഇൻഷുറൻസുമൊക്കെ ഉണ്ട് എന്നാണ് അധികൃതരുടെ വിശദീകരണം. 27 വർഷമായി എന്നത് കപ്പൽ ഉപേക്ഷിക്കേണ്ട സമയമാണ്. മാനദണ്ഡങ്ങൾ അനുസരിച്ച് കപ്പൽ യാത്രായോഗ്യമാണോ എന്നതാണ് പരിശോധിക്കേണ്ടത്. കടലിൽ പൊങ്ങിക്കിടക്കുന്ന കണ്ടെയ്നറുകൾ മുഴുവൻ ഈ മാസം 31-നകം ശേഖരിക്കാൻ കഴിയുമെന്നാണ് വിദഗ്ധർ പ്രതീക്ഷിക്കുന്നത്. എണ്ണപ്പാട നീക്കുന്നത് ജൂൺ 1-ാം തീയതി ആകുമ്പോഴേക്കും സാധ്യമായേക്കും. ഇന്ധനം വീണ്ടെടുത്തതിന് ശേഷമാകും അടിത്തട്ടിൽ കിടക്കുന്ന കണ്ടെയ്നറുകൾ വീണ്ടെടുക്കാനുള്ള ശ്രമം നടത്തുക. ഏറ്റവും ഒടുവിലായിരിക്കും കപ്പൽ സ്ഥലത്ത് നിന്ന് മാറ്റുന്നത്. പക്ഷേ ഇതത്ര എളുപ്പമായിരിക്കില്ല. ഇതിനെല്ലാം ഒടുവിൽ ഇൻഷുറൻസും നഷ്ടപരിഹാരവുമൊക്കെ രാജ്യാന്തര മാനദണ്ഡങ്ങൾ അനുസരിച്ച് തന്നെ ലഭിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുമെന്നാണ് ഉത്തരവാദിത്തപ്പെട്ടവർ പറയുന്നത്. ചരക്ക് കപ്പൽ മുങ്ങിയതിനെ തുടർന്നുള്ള ആശങ്കകൾ ഇതുവരെ മാറിയിട്ടില്ല എന്നർത്ഥം. കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രാലയത്തിന്റെ അന്വേഷണത്തിൽ എന്ത് പുറത്തുവരുമെന്ന് ഉറ്റുനോക്കുകയാണ് കേരളം. ഈ കപ്പൽ അപകടത്തിന് പിന്നിൽ അട്ടിമറിയുണ്ടോ എന്ന സംശയം ഇപ്പോഴും ശക്തമാണ്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.